ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡിവിൻ PSC. ഫെബ്രുവരി 7 നടക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1+3+5+ എക്സെട്ര n പദങ്ങൾ ഡിവൈഡഡ് ബൈ 1+2+3+ എക്സെട്ര n പദങ്ങൾ ഈസ് ഈക്വൽ ടു 12/7 ആയാൽ എന്നിൻ്റെ വില എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്ത് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 1+3+5+ എക്സെട്ര n ഡിവൈഡഡ് ബൈ 1+2+3+ എക്സെട്ര n ഈസ് ഈക്വൽ ടു 12/7. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 1+3+5+ എക്സെട്ര n ഇത് 1 മുതലുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുകയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n². 1 മുതലുള്ള തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക, അത് n² ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ n² വന്നു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1+2+3+ എക്സെട്ര n. അപ്പോൾ ഇത് 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. 1+2+3+ എക്സെട്ര n, അത് 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n × n+1/2. 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n × n+1/2. അപ്പോൾ ഡിനോമിനേറ്ററിൽ n × n+1/2 ഈസ് ഈക്വൽ ടു 12/7. അപ്പോൾ ഇവിടെ n² ഡിവൈഡഡ് ബൈ n × n+1/2. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് n² ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ 2 ഡിവൈഡഡ് ബൈ n × n+1 ഈസ് ഈക്വൽ ടു 12/7. അപ്പോൾ ഇവിടെ n² n കൂടെ വെട്ടാം. അപ്പോൾ n വരും. ന്യൂമറേറ്ററിൽ 2n ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ n+1 ഈസ് ഈക്വൽ ടു 12/7. 2n × 7 ഈസ് ഈക്വൽ ടു 12 × n+1. 14n ഈസ് ഈക്വൽ ടു 12n + 12. 14n - 12n ഈസ് ഈക്വൽ ടു 12. 2n ഈസ് ഈക്വൽ ടു 12. n ഈസ് ഈക്വൽ ടു 12/2 ഈസ് ഈക്വൽ ടു 6. എന്നിൻ്റെ വില 6 ആണ്. ഓപ്ഷൻ ബി. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്താണ്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഫോർമുല കൊടുത്തു, എന്നിട്ട് അതങ്ങ് സോൾവ് ചെയ്തു. അത്രയേ ഉള്ളൂ. ചോദ്യം, 10⁻x × 4 ഡിവൈഡഡ് ബൈ 5⁻x ഈസ് ഈക്വൽ ടു 2⁸ ആയാൽ എക്സിൻ്റെ വില എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 10⁻x × 4 ഡിവൈഡഡ് ബൈ 5⁻x ഈസ് ഈക്വൽ ടു 2⁸. അപ്പോൾ ഇവിടെ 10⁻x ഡിവൈഡഡ് ബൈ 5⁻x ഈസ് ഈക്വൽ ടു 4നെ RHSലോട്ട് കൊണ്ടുവരാം. 2⁸ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് 4 ഇവിടെ വരുമ്പോൾ RHSലോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്ത് വരും. അപ്പം 2⁸ ഡിവൈഡ് ബൈ 4. അപ്പോൾ ഇവിടെ 10⁻x ഡിവൈഡഡ് ബൈ 5⁻x, ഇതിനെ 10/5 x ആണ്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ a⁻n ഡിവൈഡഡ് ബൈ b⁻n ഈസ് ഈക്വൽ ടു a/b n ആണ്. ഈ ഫോർമുല ഓർത്ത് വയ്ക്കുക. a⁻n ഡിവൈഡഡ് ബൈ b⁻n ഈസ് ഈക്വൽ ടു a/b n. അതുപോലെ 10⁻x ഡിവൈഡഡ് ബൈ 5⁻x, അത് 10/5 എന്ന് വരും. ഈസ് ഈക്വൽ ടു 2⁸ ഡിവൈഡഡ് ബൈ 4നെ 2².
അപ്പോൾ ഇത് 10/5 2 2 ഈസ് ഈക്വൽ ടു 2^8/2² 2^6. അതായത് a^m ഡിവൈഡഡ് ബൈ a^n ഈസ് ഈക്വൽ ടു a^m-n. അങ്ങനെയാണ് 2^8/2² 2^6 വന്നത്. അതായത് 2^8-2 അപ്പോൾ ഇവിടെ 2^x ഈസ് ഈക്വൽ ടു 2^6. ബേസ് സെയിം ആണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ബേസിൽ താഴെ എഴുതിയിരിക്കുന്ന സംഖ്യ, പവർ മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യ. അതായത് a^m ഈസ് ഈക്വൽ ടു a^n. ഇവിടെ നോക്കിക്കേ, ബേസ് സെയിമാ, എ. അങ്ങനെയാണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. a^m ഈസ് ഈക്വൽ ടു a^n ആണെങ്കിൽ m ഈസ് ഈക്വൽ ടു n ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും? 2^x ഈസ് ഈക്വൽ ടു 2^6. അപ്പോൾ ഇവിടെ ബേസ് സെയിമാ, ബേസ് 2 അപ്പോൾ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് x ഈസ് ഈക്വൽ ടു 6 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി 6. അടുത്ത ചോദ്യം, രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിൻ്റെ 91% ആകെ മാർക്ക് എത്ര? സൊല്യൂഷൻ: രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിൻ്റെ 91% ആകെ മാർക്ക്. അതായത് ആകെ മാർക്ക് എക്സ് ആയിട്ട് എടുത്താൽ എക്സിൻ്റെ 91%, അതായത് എക്സിൻ്റെ 100-ൽ 91 455. അങ്ങനെയാണെങ്കിൽ എക്സ്, ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 91x ഈസ് ഈക്വൽ ടു 100 × 455. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 100 × 455 ഡിവൈഡഡ് ബൈ 91. 91 5 455. 100 × 5 500. 500 ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 15-3-4-5 ഈസ് ഈക്വൽ ടു 25. ഇതിൽ ചേർക്കേണ്ട ശരിയായ ചിഹ്നങ്ങൾ ഏത്? സൊല്യൂഷൻ: 15-3-4-5 ഈസ് ഈക്വൽ ടു 25. ഇതുപോലത്തെ ചിഹ്നങ്ങൾ ചേർക്കാനുള്ള, ചിഹ്നങ്ങൾ ഏതെന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ എല്ലാം ഇട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ കാൽക്കുലേഷനിൽ കംപ്ലീറ്റ്ലി ഡിവിഷൻ എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കുക. കംപ്ലീറ്റ്ലി ഡിവിഷൻ, അവിടെ ഡിവിഷൻ വരുന്ന ഓപ്ഷൻസ് മാത്രം നോക്കിയാൽ മതി. ഒന്നുകൂടെ പറയാം, ഇങ്ങനെ സൈൻ ചിഹ്നങ്ങൾ ചേർക്കേണ്ട ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന കാൽക്കുലേഷനിൽ എവിടെയാണ് കംപ്ലീറ്റ്ലി ഡിവിഷൻ നടക്കുന്നത് അവിടെ ഡിവിഷൻ വരുന്ന ഓപ്ഷൻസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതൊരു ട്രിക്കാണ്. ഒരു മജോറിറ്റി, ഒരു 90% എല്ലാം കറക്റ്റ് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 15-3-4-5 ഇവിടെ കംപ്ലീറ്റ്ലി ഡിവിഷൻ വരാൻ സാധ്യതയുള്ള എവിടെയാണ്? കംപ്ലീറ്റ്ലി ഡിവിഷൻ വരുന്നത് എവിടെയാണ്? ഈ 15-നും 3-നും ഇടയ്ക്കല്ലേ, ഇവിടെയാണ് ഒരു ഡിവിഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഡിവിഷൻ വരുന്ന ഓപ്ഷൻ മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എയും ഡിയും ഉള്ളത്. അപ്പോൾ എയും ഡിയും മാത്രം ചെക്ക് ചെയ്താൽ മതി. എപ്പോഴും ആദ്യം തന്നെ ഡിവിഷൻ വരണമെന്നില്ല. ഡിവിഷൻ ചിലപ്പം ഇടയ്ക്ക് വരാം, ലാസ്റ്റ് വരാം. എവിടെയാണോ കംപ്ലീറ്റ്ലി ഡിവിഷൻ വരുന്നത് ആ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഓപ്ഷൻ എ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 15 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4 ഇൻറ്റു 5. ഇത് ചെയ്യുമ്പം 25 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 15 കാൽക്കുലേഷൻസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത് ബോട്ട് മാസ് റൂൾ വെച്ചിട്ടാണ്. കാൽക്കുലേഷൻസ് ബോട്ട് മാസ് റൂൾ വെച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോവും. ഏത് കാൽക്കുലേഷൻ ആണെങ്കിലും അതെല്ലാം ബോട്ട് മാസ് റൂൾ വെച്ച് ചെയ്യാവുള്ളൂ. ബോട്ട് മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത്
ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ, ഈ ഒരു ഓർഡറിൽ വേണം. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ കാൽക്കുലേഷൻ ഒന്നുമില്ല, അപ്പോൾ അതിവിടെ വരുന്നില്ല. അപ്പോൾ ഇനി ഇവിടെ നോക്കേണ്ടത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ഒരു ഓർഡറിൽ വേണം കാൽക്കുലേഷൻസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. അപ്പോൾ 15/3 5. ഇനി ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. 4 × 5 20. ഇനി ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? അഡീഷൻ വരും. ഇതിനിടയിൽ അഡീഷൻ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 5 + 20 = 25. 25 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ശരിയായ ചിഹ്നങ്ങൾ ഏതാ വരുന്നത്? ഓപ്ഷൻ എയിൽ ഡിവിഷൻ പ്ലസ് ഇൻറ്റു, ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. ഇനി ഓപ്ഷൻ ഡി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ സൈൻ ചേർക്കാനുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എവിടെയാണോ കംപ്ലീറ്റ്ലി ഡിവിഷൻ വരുന്നത് അവിടെ ഡിവിഷൻ വരുന്ന ഓപ്ഷൻസ് മാത്രം ചെയ്ത് നോക്കിയാൽ മതി. അതിലായിരിക്കും ഉത്തരവുള്ളത്. ഓക്കെ, 0.01 എത്ര ശതമാനമാണ്? 0.001. സൊല്യൂഷൻ. കണ്ടുപിടിക്കേണ്ട ശതമാനത്തെ P% എന്ന് എടുക്കാം. അപ്പോൾ 0.01 എത്ര ശതമാനമാണ്? 0.001. അതായത് 0.1 എത്ര ശതമാനമാണ്? P%. അതായത് P% 100ൽ P ഈസ് ഈക്വൽ ടു 0.001. ഇനി ഇത് സോൾവ് ചെയ്ത് പിയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 0.01 P ഈസ് ഈക്വൽ ടു 100 × 0.001. അപ്പോൾ ഇവിടെ 0.01 P ഈസ് ഈക്വൽ ടു 100 × 0.001. പോയിൻറ്റ് 1 വരും. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 0.1. അപ്പോൾ ഇവിടെ 0.01 P ഈസ് ഈക്വൽ ടു 0.1. ദെർഫോർ P ഈസ് ഈക്വൽ ടു 0.1 ഡിവൈഡഡ് ബൈ 0.01. ഇവിടെ ന്യൂമറേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരക്കമുണ്ട്, ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 2 അക്കമുണ്ട്. അപ്പോൾ ഇവിടെ 100 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഗുണിച്ച് ഡെസിമൽ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 100 കൊണ്ട് ഗുണിക്കാം. 0.1 × 100 ഡിവൈഡഡ് ബൈ 0.01 × 100. അപ്പോൾ ഇത് 10 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 10%. 10% ആൻസർ ഓപ്ഷൻ ബി. x - y = 5, x² - y² = 55 ആയാൽ y-യുടെ വില എന്ത്? സൊല്യൂഷൻ. x - y = 5, x² - y² = 55 ആയാൽ y-യുടെ വില എന്തെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ x² - y² = 55. x² - y² x + y ഇൻറ്റു x - y. അതായത് a² - b² = a + b ഇൻറ്റു a - b. അതുപോലെ x² - y² x + y ഇൻറ്റു x - y = 55. x - yയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് x + y ഇൻറ്റു x - y 5 is equal to 55. Therefore, x plus y is equal to 55 by 5 is equal to 11. അപ്പോൾ ഇവിടെ x plus y is equal to 11, x minus y is equal to 5. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം.
പിന്നെ അതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. സോൾവ് ചെയ്യാതെ തന്നെ, സോൾവ് ചെയ്യാനും ഈസിയാണ്. എ പ്ലസ് ബി ഈക്വൽ ടു എമ്മും എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എന്നുമായാൽ അത് ആഡ് ചെയ്യുന്നത് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എം പ്ലസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എൻ ആണെങ്കിൽ അത് ആഡ് ചെയ്യുമ്പം വരുന്നത് എ ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ ബൈ 2 ആയിരിക്കും. ബി ഈസ് ഈക്വൽ ടു എം മൈനസ് എൻ ബൈ 2 ആയിരിക്കും. ഓക്കെ, അതായത് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എം പ്ലസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എൻ ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ ബൈ 2 ആയിരിക്കും. ബി ഈസ് ഈക്വൽ ടു എം മൈനസ് എൻ ബൈ 2 ആയിരിക്കും. അതായത് ഇവിടെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 5. അപ്പം വൈ എന്ന് വെച്ചാൽ 11 മൈനസ് 5 ബൈ 2 ആയിരിക്കും. 11 മൈനസ് 5 6, 6 ബൈ 2 ഈസ് ഈക്വൽ ടു 3. 3 വൈയുടെ വില. ആൻസർ ഓപ്ഷൻ ബി. ഇനി എക്സിൻ്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ആണെങ്കിൽ 11 പ്ലസ് 5 ബൈ 2, 11 5 16, 16 ബൈ 2 8 ആയിരിക്കും എക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സാധാരണ പോലെ ആഡ് ചെയ്ത് ചെയ്യുക. അടുത്ത ചോദ്യം, ഒരാൾ 1 ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? സൊല്യൂഷൻ: 1 ഡസൻ ബാഗുകളുടെ വിറ്റ വില 4920 രൂപ. 1 ഡസൻ എന്ന് വെച്ചാൽ 12 എണ്ണമാണ്. അപ്പോൾ 12 ബാഗുകളുടെ വിറ്റ വില, സെല്ലിംഗ് പ്രൈസ് 4920 രൂപയാണ്. അപ്പം ഈ 12 ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. ലോസ് 18%. അങ്ങനെയാണെങ്കിൽ 15% ലാഭം കിട്ടാൻ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് 15% വേണം. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 12 ബാഗുകളുടെ വിറ്റ വില 4920 രൂപയാണ്. അപ്പോൾ ഒരു ബാഗിൻ്റെ വിറ്റ വില ഈസ് ഈക്വൽ ടു 4920 ഡിവൈഡഡ് ബൈ 12. 12 4 48, 12 1 12, അപ്പോൾ 410. ഒരു ബാഗിൻ്റെ വിറ്റ വില 410 രൂപയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. വിറ്റ വിലയും നഷ്ടശതമാനവും തന്നാൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് 410 രൂപയാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില ഈസ് ഈക്വൽ ടു 410 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നഷ്ടം 18% അപ്പം 100 മൈനസ് 18 82. 82 5 410, 5 ഇൻറ്റു 100 500. ഒരു ബാഗിൻ്റെ വാങ്ങിയ വില 500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിറ്റ വില, വാങ്ങിയ വിലയും ലാഭശതമാനവും തന്നാൽ വിറ്റ വില, സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് 500 ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, അതായത് 100 പ്ലസ് 15 115 ഡിവൈഡഡ് ബൈ 100. 115 ഇൻറ്റു 5 575. വിറ്റ വില 575 രൂപയാണ്. ഓപ്ഷൻ എ.